ഗുഡ് ഈവനിങ് മാറ്റിനി ഫ്രീ ബിനാലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ഇന്ന് ഞായറാഴ്ച നമ്മുടെ പാട്ടുകളുടെ ദിവസമാണ്, മ്യൂസിക് തെറാപ്പിയുടെ ദിവസമാണ്. ആഹ് ഇന്നത്തെ ഇന്നത്തെ ദിവസം നമ്മൾ ഓർക്കുന്നത് കെ രാഘവൻ മാസ്റ്ററെയാണ്. ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും നമ്മളുടെ ആഹ് സ്വതസിദ്ധമായ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന വരികളിലൂടെ നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം. രാഘവൻ മാസ്റ്റർ എന്ന് പറയുമ്പം മലയാള ചലച്ചിത്ര സംഗീത രംഗത്തെ അതിപ്രശസ്തനായിട്ട് ഡിസംബർ 1913 മുതൽ ഒക്ടോബർ 2013 വരെ നിറസാന്നിധ്യമായിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. രാഘവൻ മാസ്റ്റർ, കെ രാഘവനാണെങ്കിൽ രാഘവൻ മാസ്റ്റർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സംഗീത സംവിധായകനാണ്. അതോടൊപ്പം തന്നെ നല്ലൊരു ഫുട്ബോൾ കളിക്കാരനും ഗായകനും സംഗീത അധ്യാപകനും കൂടിയാണ്. ശാസ്ത്രീയ സംഗീതത്തിലുള്ള ആഴത്തിലുള്ള അറിവാണ് അദ്ദേഹത്തെ തുടർന്ന് സംഗീതത്തിൻ്റെ മുൻധാരയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. പൊൻകുന്നം വർക്കിയുമായിട്ടുള്ള ആ ബന്ധത്തിൽ കതിര് കാണാക്കിളിയാണ് സംഗീത സംവിധാനം ചെയ്ത ആദ്യത്തെ ചലച്ചിത്രം. പക്ഷെ അത് പുറത്തു വന്നില്ല. അടുത്ത ചിത്രമായ പുള്ളിമാനിലും അദ്ദേഹം ഗാനങ്ങൾ രചിച്ചു, പക്ഷെ അതും പുറത്തേക്ക് വന്നില്ല. നീലക്കുയിലാണ് ആദ്യത്തെ സംഗീത സംവിധാനം ചെയ്ത് പുറത്തു വന്ന ചലച്ചിത്രം. 2010 ഭാരത സർക്കാർ അദ്ദേഹത്തെ പത്മശ്രീ പുരസ്കാരം കൊടുത്ത് ആദരിച്ചു. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലെ തലായി എന്ന സ്ഥലത്താണ് കർണാടക സംഗീത പാരമ്പര്യമില്ലാത്ത കുടുംബത്തിൽ കൃഷ്ണൻ കുപ്പച്ചി ദമ്പതിമാരുടെ മകനായി കെ രാഘവൻ മാസ്റ്റർ ജനിച്ചത്. നാട്ടിലെ പ്രമുഖ സംഗീതജ്ഞനായിരുന്ന PS നാരായണ അയ്യരുടെ കീഴിൽ ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചു. സംഗീത പഠനത്തിന് ശേഷം ആകാശവാണിയിൽ സംഗീത വിഭാഗ ജീവനക്കാരനായി ജോലി നോക്കി. കേരളത്തിലെ ഉള്ള അനവധി ആകാശവാണി നിലയങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 100ാം വാർഷിക അല്ലെങ്കിൽ 100ാമത്തെ പിറന്നാൾ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലിരിക്കുകയാണ്. 2013 ഒക്ടോബർ മാസം 19 തീയതി ശനിയാഴ്ച എന്ന് വെച്ചാൽ ഇന്ന് ഒക്ടോബർ 19 പുലർച്ചെ 5 മണിയോടെ അദ്ദേഹം നമ്മളിൽ നിന്ന് വിടവാങ്ങിയത്. ഏറ്റവും പ്രസിദ്ധമായ ചില ചലച്ചിത്ര ഗാനങ്ങളെന്ന് പറഞ്ഞാൽ കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ, എല്ലാവരും ചൊല്ലണം, എങ്ങനെ നീ മറക്കും, കുയിലിനെ തേടി. ഇതെല്ലാം നീലക്കുയിൽ എന്ന് പറയുന്ന ഒരു സിനിമയിലാണ്. പക്ഷേ ആദ്യത്തെ സിനിമ അദ്ദേഹത്തിൻ്റെ സംഗീത സംവിധാനത്തിലൂടെ പുറത്തു വന്നത് നീലക്കുയിൽ തന്നെയാണ്. പണ്ട് പണ്ട് നിന്നെ, നാഴൂരി പാലുകൊണ്ട്, പൂമുറ്റത്തൊരു മുല്ല, രാരിച്ചിരുന്ന പൗരൻ, ഇങ്ങനെ അനേകം സിനിമകൾ. പല്ലാങ്കുഴി എന്ന് പറയുന്ന അവസാനത്തെ സിനിമയിൽ പാട്ടാണ് ഏത് നാട്ടിലാണോ കഥ എന്ന് നടന്നതാണോ. മനോഹരമായ ഒത്തിരി ഗാനങ്ങൾക്ക് അദ്ദേഹം സംഗീതം പകർന്നു എന്നുള്ളത് തന്നെയാണ്. കാനനച്ചായിൽ ആടുമേയ്ക്കാൻ, വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി, മാനത്തെ കായലിൽ, കരിമുകിൽ കാട്ടിലെ, അങ്ങനെ വളരെ മനോഹരമായ ഒത്തിരി പാട്ടുകൾ. അദ്ദേഹത്തിൻ്റെ ഭാര്യ പരാതിയായ യശോദയാണ്. വീണാധരി, മുരളീധരൻ, കനകാംബരൻ, ചിത്രാംബരി, വാഗീശ്വരി എന്നിങ്ങനെ മക്കൾ. സംഗീത സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകൾ എന്ന് പറയുന്നത് നീലക്കുയിൽ 1954, രാരിച്ചൻ എന്ന പൗരൻ 1956, അങ്ങനെ 1983 പല്ലാങ്കുഴി എന്ന് പറയുന്ന സിനിമയിലും അദ്ദേഹം സംഗീതം നൽകി. വളരെ ശ്രദ്ധേയമായ ഒത്തിരി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2010 പത്മശ്രീയും, 1997 JC ഡാനിയൽ പുരസ്കാരം, 1973 1977 കാലഘട്ടങ്ങളിൽ മികച്ച സംഗീത സംവിധായകൻ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം, സ്വരലയ യേശുദാസ് അവാർഡ്, MG രാധാകൃഷ്ണൻ പുരസ്കാരം, കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ്, കേരള ഫിലിം ക്രിട്ടിക്സ് അസോസിയേഷൻ്റെ അവാർഡ്, കേരള സംസ്ഥാന നാടക അവാർഡ്, കമുകറ അവാർഡ്, അങ്ങനെ ശ്രദ്ധേയമായ ഒത്തിരി അവാർഡുകൾ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രം അനശ്വരനായ ഒരു സംഗീത സംവിധായകനെയാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൂടെ
നമ്മൾ ഓർക്കാൻ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ പ്രാധാന്യമുള്ള ഒരു വ്യക്തിത്വം തന്നെയാണ്. നിങ്ങളുടെ ഓർമ്മകളിൽ എന്തെങ്കിലും രാഘവൻ മാസ്റ്ററിനെ കുറിച്ചുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പാട്ടുകളിലേക്ക് പോകാം. രാഘവൻ മാസ്റ്ററിൻ്റെ മനോഹരമായ സൃഷ്ടികളോ അദ്ദേഹത്തുമായിട്ട് ബന്ധപ്പെടുന്ന എന്തെങ്കിലും കാര്യങ്ങളോ നിങ്ങളുടെ ഓർമ്മയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യാവുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലേക്ക് പോകാം. വളരെ മനോഹരമായ കുറേ പാട്ടുകൾ തീർച്ചയായിട്ടും നമുക്ക് സ്ഥിരമായി പാടാൻ പറ്റുന്ന പാട്ടുകൾ തന്നെയാണ്. എപ്പോഴും നമ്മൾ പാട്ട് കേട്ടിട്ടുള്ളതാണ്, അറിയാതെ മൂളിപ്പോകുന്ന പാട്ടുകളാണ്. അങ്ങനെയുള്ള ചില പാട്ടുകൾ ഇന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികളായി അർപ്പിക്കാം. ആദ്യത്തെ പാട്ട് എന്ന് പറയുന്നത് നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു, കെ രാഘവൻ മാസ്റ്റർ, പി ഭാസ്കരൻ, കെ ജെ യേശുദാസ് എല്ലാം ചേർന്ന് ഒരുക്കിയ മനോഹരമായ ഒരു കേരള തനിമയുള്ള ഒരു പാട്ടാണ്. തുറക്കാത്ത വാതിൽ എന്ന സിനിമയിലൂടെ ആ സംഗീത സംവിധാനം നമുക്ക് വളരെ മനോഹരമായി സ്വീകരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ആദ്യത്തെ പാട്ട് ഇതാണ്. നമുക്ക് ഈ പാട്ടിലൂടെ ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ഒരു 2 വരി ആരാണ് പാടുന്നത്? റെഡി ആയിക്കോളൂ, ഞാനൊരു 2 വരി പാടാം. നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, അതിൽ നാരായണ കിളിക്കൂടു ഉള്ളൊരു നാലുകോലൂരപ്പുരയുണ്ട്, നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ആർക്കെങ്കിലുമൊക്കെ ഒന്ന് നമ്മുടെ വാക്കുകളിലൂടെ അദ്ദേഹത്തിൻ്റെ സ്മരണയെ ഒന്ന് നിലനിർത്താൻ പാട്ടുകൾ പാടാം. ആരാണ് പാടുന്നത്? ഓമനമാം പഠിക്കും. യെസ്, ഓമനമാം, ബീനമാം, ആരും പഠിക്കും? രമാവതി മാം. നോമ്പും നോറ്റന്നെ കാത്തിരിക്കുമ്പോൾ പൂമ്പു പോലുള്ളൊരു പെണ്ണുണ്ട്, നോമ്പു നോറ്റന്നെ കാത്തിരിക്കുമ്പോൾ പൂമ്പു പോലുള്ളൊരു പെണ്ണുണ്ട്, ചാമ്പിക്ക ചുണ്ടുള്ള ചന്ദന കവിളുള്ള ചാട്ടുവിളക്കുള്ള പെണ്ണുണ്ട്, നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഓക്കെ, ഇനി ആരാ പാടുന്നത്? ദീപ മാം ഉണ്ട്, രമാവതി മാം. പഠിക്കും. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, അതിൽ നാരായണ കിളിക്കൂട് പോലുള്ളൊരു നാലുകാലോലപ്പുരയുണ്ട്, നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, നോമ്പും നോറ്റന്നെ കാത്തിരിക്കും വാഴ കൂമ്പ് പോലുള്ളൊരു പെണ്ണുണ്ട്, നോമ്പും നോറ്റന്നെ കാത്തിരിക്കും വാഴ കൂമ്പ് പോലുള്ളൊരു പെണ്ണുണ്ട്, ചാമ്പയ്ക്ക ചുണ്ടുള്ള ചന്ദന കവിളുള്ള ചാട്ടുളി കണ്ണുള്ള പെണ്ണുണ്ട്, നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. താങ്ക് യു സർ. യെസ്, ഇനി ആരാ പാടുന്നേ? ഞാൻ പാടട്ടെ സർ? ഞാൻ പാടും. ശരി.
ശ്രീകുമാരി മാമൻ പാടിക്കും ആദ്യം, അത് കഴിഞ്ഞ് ജോർജ് സാർ പാടിക്കും കേട്ടോ. ഒരു സെക്കൻഡ്. ശരി, താങ്ക് യു സർ. നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. അതിൽ നാരായണ കിളിക്കൂട് പോലുള്ളൊരു നാലുകാലോലപ്പുരയുണ്ട്. ഈ കേരളത്തിലെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. നോമ്പും നോറ്റെന്നെ കാത്തിരിക്കും വാഴ പോലുള്ളൊരു പെണ്ണുണ്ട്. നോറ്റെന്നെ കാത്തിരിക്കും വാഴ കൂമ്പു പോലുള്ള പെണ്ണുണ്ട്. ചാമ്പയ്ക്കുള്ള ചന്ദന കവിളുള്ള ചാത്തുളി കണ്ണുള്ള നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ജോർജ് സാറെ പാടിക്കും. താങ്ക് യു സർ. നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. അതിൽ നാരായണ കിളി കൂടുപോലുള്ളൊരു നാലുകാലോലപ്പുരയുണ്ട്. നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. നോമ്പും നോറ്റെന്നെ കാത്തിരിക്കും വാഴക്കൂമ്പു പോലുള്ളൊരു പെണ്ണുണ്ട്. നോമ്പും നോറ്റെന്നെ കാത്തിരിക്കും വാഴ കൂമ്പു പോലുള്ളൊരു പെണ്ണുണ്ട്. ചാമ്പയ്ക്ക ചുണ്ടുള്ള ചന്ദനക്കവിളുള്ള ചാട്ടുളിക്കണ്ണുള്ള പെണ്ണുണ്ട്. നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. താങ്ക് യു സർ. കൊച്ചു കള്ളൻ. നല്ല അടിപൊളി പാട്ടാ കേട്ടോ. വയസ്സുകാലത്ത് ഡോക്ടർ പാട്ട് പാടിയിട്ട് തീരുന്നില്ല. അതെ 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 അതെ, ശരിക്കും. ഇനിയിപ്പോ ഞാനൊന്ന് നോക്കട്ടെ മാഷേ. പഠിക്കും പിന്നെ പാടും. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. അത് നാരായണ കിളിക്കൂട് പോലുള്ളൊരു നാലുകാലോലപ്പുരയുണ്ട്. നാലുകാലോലപ്പുരയുണ്ട്. നോമ്പും നോറ്റന്നെ കാത്തിരിക്കും വാഴ കൂമ്പ് പോലുള്ളൊരു പെണ്ണുണ്ട്. നോമ്പും നോറ്റന്നെ കാത്തിരിക്കും വാഴ കൂമ്പ് പോലുള്ളൊരു പെണ്ണുണ്ട്. ചാമ്പയ്ക്ക ചുണ്ടുള്ള ചന്ദനക്കവിളുള്ള ചാട്ടുളി കണ്ണുള്ള പെണ്ണുണ്ട്. ചാട്ടുളി കണ്ണുള്ള പെണ്ണുണ്ട്. താങ്ക് യു. ഓക്കെ, നീ ആരാ? കുഞ്ഞോയ് മാസ്റ്റർ പാടുന്നോ? ഞാൻ നോക്കട്ടെ. ഓക്കെ സാർ, ഞാൻ പാടാം. മനോജ് സാർ ഒരു സെക്കൻഡ്, കുഞ്ഞോയ് മാസ്റ്റർ പാടിക്കോട്ടെ. നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. അതിൽ നാരായണ കിളി കൂട് പോലുള്ളൊരു നാലുകാലോലപ്പുരയുണ്ട്. നാലുകാലോലപ്പുരയുണ്ട്. ഓക്കെ സർ.
ഓക്കെ, മനോജ് സാറേ പറയും. മനോജ്. നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. അതിൽ നാരായണ കിളിക്കൂട് പോലുള്ളൊരു കാലോലപ്പുരയുണ്ട്. നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. നോമ്പും നോറ്റന്നെ കാത്തിരിക്കും വാഴക്കൂമ്പ് പോലുള്ളൊരു പെണ്ണുണ്ട്. നോമ്പും നോറ്റന്നെ കാത്തിരിക്കും വാഴക്കൂമ്പ് പോലുള്ളൊരു പെണ്ണുണ്ട്. ചാമ്പക്കാച്ചുണ്ടുള്ള ചന്ദനക്കവളുള്ള ചാട്ടുളി കണ്ണുള്ള പെണ്ണുണ്ട്. നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. താങ്ക് യു സാർ. ഓക്കെ, വളരെ സന്തോഷം. സലീമമ്മ പഠിക്കോളൂ. ഞാൻ പാടുന്നതിന് മുമ്പായിട്ട് ഉം. ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. യെസ്. രാഘവമാഷിന്റെ പാട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പാട്ടുകളിലെല്ലാം ഫോക്ക് സോങ്സിന്റെ ഒരു സ്വാധീനം കാണാം. ഫോക്ക് സോങ്സിന്റെ നാടോടി പാട്ടുകളുടെ ഒരു സ്വാധീനമുണ്ട്. അത് നമ്മൾ നാളികേരത്തിന്റെ നാട്ടിലിരിക്കുക പാട്ടിലാണെങ്കിലും കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ അല്ലെങ്കിൽ മായൊന്നും വിളിക്കില്ല മയിലൊന്നും വിളിക്കില്ല ഇങ്ങനെയുള്ള പാട്ടുകളിലെല്ലാം ആ ഒരു ഫോക്ക് സോങ്സിന്റെ ടച്ച് അത് അദ്ദേഹത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. അതെല്ലാം ഹിറ്റാകുകയും ചെയ്യുന്നതാണ് പ്രത്യേകത. ഈ പാട്ട് തന്നെ പാടണോ അതോ അദ്ദേഹത്തിന് വേറെ ഏതെങ്കിലും പാട്ട് പാടണോ? ഇത് ഏതൊക്കെ പഠിക്കും അല്ലേ? ഇപ്പൊ സ്ക്രീനിൽ ഇത് കിടക്കുന്നതുകൊണ്ട് ഞാൻ പാടാം. ഞാൻ മറ്റേ പാട്ട് മാറ്റിത്തരാം. ഇനി 3-4 പാട്ടുകളോടെ നമ്മൾ പാടും. ഇത് പാടിക്കണം. ഇത് തന്നെയോ? ഇത് പാടിക്കും. എന്നിട്ട് മറ്റും പാടാം. കുഴപ്പമില്ല, എല്ലാവർക്കും പാടാം. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. അതിൽ നാരായണ കിളിക്കൂട് പോലുള്ളൊരു 4 കാലോലപ്പുരയുണ്ട്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. നോമ്പും നോറ്റെന്നെ കാത്തിരിക്കും വാഴക്കൂമ്പ് പോലുള്ളൊരു പെണ്ണുണ്ട്. നോമ്പും നോറ്റെന്നെ കാത്തിരിക്കും വാഴക്കൂമ്പ് പോലുള്ളൊരു പെണ്ണുണ്ട്. ചാമ്പയ്ക്ക ചുണ്ടുള്ള ചന്ദനക്കവിളുള്ള ചാട്ടുളി കണ്ണുള്ള പെണ്ണുണ്ട്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. താങ്ക് യു സാർ. താങ്ക് യു മാം, വളരെ കൂടെ. ഇനി ആരെങ്കിലും പാടാനുണ്ടെങ്കിൽ പാടും, ഇല്ലെങ്കിൽ നമുക്ക് ഷീലാമാമിനെ കൊണ്ട് ഒരിക്കൽ കൂടി നല്ല മനോഹരമായിട്ടൊന്ന് പാടിക്കുക. രമാദേവിയും പഠിക്കും. സാർ, അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാം. കഴിഞ്ഞ ആഴ്ച കാലഘട്ടത്തിന്റെ അത്യാവശ്യമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നടത്തിയെങ്കിലും ഈ മ്യൂസിക് തെറാപ്പി ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. അത് 2 ആഴ്ചത്തെ പ്രശ്നം ഉണ്ടായുള്ളൂ. അത് പക്ഷെ നല്ല പ്രോഗ്രാം ആയിരുന്നല്ലോ. ശരി സാർ. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. അതിൽ നാരായണ കിളിക്കൂട് പോലുള്ളൊരു 4 കാലോലപ്പുരയുണ്ട്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. നോമ്പും നോറ്റെന്നെ കാത്തിരിക്കും വാഴക്കൂമ്പു പോലുള്ളൊരു പെണ്ണുണ്ട്. നോമ്പും നോറ്റെന്നെ കാത്തിരിക്കും വാഴക്കൂമ്പു പോലുള്ളൊരു പെണ്ണുണ്ട്. ചാമ്പയ്ക്ക ചുണ്ടുള്ള ചന്ദന കവളുള്ള ചാട്ടുളി കണ്ണുള്ള പെണ്ണുണ്ട്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഓക്കെ സാർ, താങ്ക് യു. ടീച്ചറെ ഒന്ന് പാടൂ. ജോയ് പാടൂ. ജോയി A50 എഴുതിയിരിക്കുന്നു. പാടിക്കോളൂ. സോറി, അത് ഞാനാണ്. ശരി, ഹസ്ബൻഡിന്റെ ഫോണാണത്. പാടിക്കൂ. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണും
ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, നാരായണ കിളിക്കൂട് പോലുള്ളൊരു 4 കാലോലപ്പുരയുണ്ട്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. നോനും നൂറ്റന്നെ കാത്തിരിക്കും വാഴ കൂമ്പു പോലുള്ളൊരു പെണ്ണുണ്ട്. നോമ്പും നൂറ്റന്നെ കാത്തിരിക്കും വാഴ കൂമ്പു പോലുള്ളൊരു പെണ്ണുണ്ട്. ചാമ്പയ്ക്ക ചുണ്ടുള്ള ചന്ദനക്കവിളുള്ള ചാട്ടുളി കണ്ണുള്ള പെണ്ണുണ്ട്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. താങ്ക് യു സർ. ബീനമാം പാടിക്കോ. ശീലമ ഒരു സെക്കൻഡ്, ബീനമാം കൂടെ ഒന്ന് പാടിക്കോട്ടോ. ഓക്കെ ഓക്കെ. ബീനമാം പാടുന്നുണ്ടോ? ഇല്ല. ഓക്കെ, അതിനിടെ ശീലമ പാടും. താങ്ക് യു സർ. യെസ്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. അതിൽ നാരായണ കിളിക്കൂട് പോലുള്ളൊരു 4 കാലോലപ്പുരയുണ്ട്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. നോമ്പും നോറ്റന്നെ കാത്തിരിക്കും വാഴക്കൂമ്പു പോലുള്ളൊരു പെണ്ണുണ്ട്. നോമ്പും നോറ്റന്നെ കാത്തിരിക്കും വാഴക്കൂമ്പു പോലുള്ളൊരു പെണ്ണുണ്ട്. ചാമ്പയ്ക്ക ചുണ്ടുള്ള ചന്ദന കവിളുള്ള ചാട്ടുളി കണ്ണുള്ള പെണ്ണുണ്ട്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, ഇനി പാട്ട് ആരെങ്കിലും പാടുന്നുണ്ടോ? കാരണം നമുക്കിത് പാടാനുള്ള അവകാശമുണ്ട്. കാരണം നമ്മൾ നാളികേരത്തിന്റെ നാട്ടിലാണ് താമസിക്കുന്നത്. അത് തന്നെയല്ല, നാരായണക്കിളിയുടെ കൂട് പോലെ അല്ലെങ്കിലും 4 പോലുള്ള പുരയല്ലെങ്കിലും തീർച്ചയായിട്ടും അവിടെ ഒരു വീടുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിനുള്ള അവകാശമുണ്ട്. വളരെ മനോഹരമായിട്ട് വരികളിലൂടെ അത് കൃത്യമാക്കി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മനോഹരമായ സംഗീത രചനയും. ഓക്കെ, അപ്പോൾ താങ്ക് യു. ആരും പാടാനില്ലെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. അടുത്ത പാട്ട് ഇതുപോലെ തന്നെ മനോഹരമായ ഒരു പാട്ടാണ്. എല്ലാരും ചൊല്ലട്ട്, എല്ലാരും ചൊല്ലട്ട്. അപ്പൊ നമുക്ക് ശിലമാമിൽ നിന്ന് അത് കേട്ടിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് പാടാം. ഓക്കെ, ശിലമ പാടിയും. താങ്ക് യു സർ, താങ്ക് യു. എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്, കല്ലാണി നെഞ്ചിലെന്ന് കരിങ്കല്ലാണ്, കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്. ഞാനൊന്നു തൊട്ടപ്പോ നീലക്കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യ, ചക്കരത്തുണ്ടാണ് കണ്ടതയ്യ. എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്, കല്ലാണി നെഞ്ചിലെന്ന് കരിങ്കല്ലാണ്, കരിങ്കല്ലാണി നെഞ്ചിലെന്ന്. നാടാകെ ചൊല്ലണ്, നാട്ടാരും ചൊല്ലണ്, കാടാണ് കരളിലെന്ന്, കൊടും കാടാണ് കരളിലെന്ന്. നാടാകെ ചൊല്ലണ്, നാട്ടാരും ചൊല്ലണ്, കാടാണ് കരളിലെന്ന്, കൊടുങ്കാടാണ്, കൊടുങ്കാടാണ് കരളിലെന്ന്. ഞാനൊന്ന് കേറിയപ്പോ നീലക്കുയിലിന്റെ കൂടാണ് കണ്ടതയ്യ, കുഞ്ഞിക്കൂടാണ് കണ്ടതയ്യ.
എന്തിനു നോക്കണ് എന്തിനു നോക്കണ് ചന്ദിര നീ ഞങ്ങളെ അയ്യോ ചന്ദിര നീ ഞങ്ങളെ ഞാനില്ല മേപ്പോട്ട് കല്യാണ ചെക്കനുണ്ട് താഴെ കല്യാണ ചെക്കനുണ്ട് എല്ലാരും ചൊല്ലണ് കല്യാണി നെഞ്ചിലെന്ന് കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്. ഓക്കെ സാർ. യെസ്. നീ ആരാ പാടുന്നേ? ഞാൻ പാടത്തെ സാറേ? ആ പഠിക്കും. എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന് കരിങ്കല്ലാണ് നെഞ്ചിലെന്ന് ഞാനൊന്നു തൊട്ടപ്പോൾ നീലക്കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യ ചക്കര തുണ്ടാണ് കണ്ടതയ്യ നാടാകെ ചൊല്ലണ് നാട്ടാരും ചൊല്ലണ് കാടാണ് കരളിലെന്ന് കൊടും കാടാണ് കരളിലെന്ന് ഞാനെന്തോ കേറിയപ്പോ നീലക്കുയിലിന്റെ കൂടാണ് കണ്ടതയ്യ കുഞ്ഞിക്കൂടാണ് കണ്ടതയ്യ എന്തിനു നോക്കണ് ചന്ദിര നീ ഞങ്ങളെ അയ്യോ ചന്ദിര നീ ഞങ്ങളെ എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന് കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്. താങ്ക് യു സർ. ദീപമ്മ പഠിക്കൂ. എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന് കരിങ്കല്ലാണ് നെഞ്ചിലെന്ന് ഞാനൊന്ന് തൊട്ടപ്പോ നീലക്കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യാ ചക്കര തുണ്ടാണ് കണ്ടതയ്യാ നാടാകെ ചൊല്ലണ് നാട്ടാരും ചൊല്ലണ് കാടാണ് കരളിലെന്ന് കൊടും കാടാണ് കരളിലെന്ന് ഞാനൊന്ന് കേറിയപ്പോ നീലക്കുയിലിന്റെ കൂടാണ് കണ്ടതയ്യാ കുഞ്ഞിക്കൂടാണ് കണ്ടതയ്യാ എന്തിനു നോക്കണ് ചന്ദിര നീ ഞങ്ങളെ അയ്യോ ചന്ദിര നീ ഞങ്ങളെ എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന് കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്. താങ്ക് യു സർ. ഇനി ആരെങ്കിലും പാടുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത പാട്ട് പാടുന്നുണ്ടാ? പഠിക്കും. എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന് കരിങ്കല്ലാണി നെഞ്ചിലെന്ന് ഞാനൊന്ന് തൊട്ടപ്പോൾ നീലക്കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യാ ചക്കര തുണ്ടാണ് കണ്ടതയ്യാ നാടാകെ ചൊല്ലണ് നാട്ടാരും ചൊല്ലണ് കാടാണി കരളിലെന്ന് കൊടും കാടാണി കരളിലെന്ന്
ഞാനിന്ന് കേറിയപ്പോൾ നീലക്കുയിലിന്റെ കൂടാണ് കണ്ടതയ്യാ, കുഞ്ഞിക്കൂടാണ് കണ്ടതയ്യാ. എന്തിനി നോക്കണ് ചന്ദിരാ നീ ഞങ്ങളെ, അയ്യോ ചന്ദിര, അയ്യോ ചന്ദിര നീ ഞങ്ങളെ. ഞാനില്ല മേൽപോട്ട് കല്യാണ ചെക്കനുണ്ടേ, താഴെ കല്യാണ ചെക്കനുണ്ടേ. ചെണ്ടൊന്നു വാങ്ങണം, മുണ്ട് മുറിക്കണം, പൂത്താലി കെട്ടിയിടണം, പൊന്നിൻ പൂത്താലി കെട്ടിയിടണം. കളിയല്ല കളിവാലൻ വെറ്റില തിന്നെന്റെ ചുണ്ടന്ന് ചോപ്പിക്കണം, എന്റെ ചുണ്ടന്ന് ചോപ്പിക്കണം. താങ്ക് യു സാർ. സാറേ ഞാൻ താങ്ക് യു. ഞാനൊന്ന് പാടി വെക്കട്ടെ സാറേ. എല്ലാരും ചെല്ലണ്, എല്ലാരും ചെല്ലണ്, എല്ലാരും ചെല്ലണ്, എല്ലാരും ചെല്ലണ്, കല്യാണി നെഞ്ചിലെന്ന്, കരിങ്കല്യാണി നെഞ്ചിലെന്ന്. ഞാനൊന്നു തൊട്ടപ്പം നീലക്കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യാ, ചക്കരത്തുണ്ടാണ് കണ്ടതയ്യാ. നാടാകെ ചെല്ലണ്, നാട്ടാരും ചെല്ലണ്, കാടാണ് കരളിലെന്ന്, കൊടും കാടാണ് കരളിലെന്ന്. ഞാനൊന്ന് കേറിയപ്പം നീലക്കോയിലിന്റെ കൂടാണ് കണ്ടതയ്യാ, കുഞ്ഞിക്കൂടാണ് കണ്ടതയ്യാ. എന്തിനു നോക്കണ് ചന്ദിര നീ ഞങ്ങളെ, അയ്യോ ചന്ദിര നീ ഞങ്ങളെ. ഞാനെല്ലാം എപ്പോട്ട് കല്യാണ ചെക്കനുണ്ടേ, തഴെ കല്യാണ ചെക്കനുണ്ടേ. ചെണ്ടെന്ന് വാങ്ങണം, മുണ്ട് മുറിക്കണം, പൂത്താലി കെട്ടിടണം, പൊന്നിൻ പൂത്താലി കെട്ടിടണം. കളിയല്ല കിളിവാലൻ വെറ്റില തിന്നന്റെ ചുണ്ടൊന്ന് ചോപ്പിക്കണം, എല്ലാരും ചൊല്ലണ്, കല്യാണി നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്. ഞാനന്ന് തൊട്ടപ്പം നീലക്കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യാ, ചക്കരത്തുണ്ടാണ് കണ്ടതയ്യാ. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇനിയിപ്പോ അടുത്ത പാട്ടിലേക്ക് പോകാം അല്ലേ? അടുത്ത പാട്ട് മാനത്തെ കായലിൽ. ഇത് പി ഭാസ്കറിന്റെ മനോഹരമായ ഒരു പോലെ KP ബ്രഹ്മാനന്ദൻ കളിച്ചലമേലു. മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമരക്കളി തോണി വന്നെടുത്തു താമരക്കളി തോണി. ഓക്കെ, ഷിലാമാം ഒന്ന് പാടൂ. ഷിലാമോ ബിനാമോ ആരെങ്കിലും ഒക്കെ. ഓക്കെ സാർ. മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമരക്കളിത്തോണി വന്നെടുത്തു താമരക്കളിത്തോണി. മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമരക്കളിത്തോണി വന്നെടുത്തു താമരക്കളിത്തോണി. തങ്കം നിനക്കുള്ള പിച്ചകമാലയുമായി സംക്രമപ്പൂ നിലാവിറങ്ങി വന്നു.
നിൻകിളിവാതിലിൽ പതുങ്ങി നിന്നു. തങ്കം നിനക്കുള്ള പിച്ചകമാലയുമായി സംക്രമപ്പൂ നിലാവിറങ്ങി വന്നു. നിൻകിളിവാതിലിൽ പതുങ്ങി നിന്നു. മയക്കമെന്തേ 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 മെരുക്കിയാൽ മെരുങ്ങാത്ത മാൻകിടാവേ. മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമരക്കളിത്തോണി വന്നടുത്തു. താമരക്കളിത്തോണി ശ്രാവണ പഞ്ചമി ഭൂമിയിൽ വിരിച്ചിട്ട പൂവണി മഞ്ചവും മടക്കി വയ്ക്കും. കാർമുകിൽ മാലകൾ മടങ്ങിയെത്തും. ശ്രാവണ പഞ്ചമി ഭൂമിയിൽ വിരിച്ചിട്ട പൂവണി മഞ്ചവും മടക്കി വയ്ക്കും. കാർമുകിൽ മാലകൾ മടങ്ങിയെത്തും. ഉണരുണരൂ 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 മദനൻ വളർത്തുന്ന മണിപ്പിറാവേ. മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമരക്കളിത്തോണി വന്നടുത്തു. താമരക്കളിത്തോണി. ഓക്കെ സർ. ബീനാമാം പാടൂ. ബീനാമാം. യെസ്. നേരത്തെ ഫോൺ വന്നോണ്ട് എനിക്ക് പാടാൻ പറ്റാഞ്ഞ കേട്ടോ. ഇപ്പൊ പാടാം. മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമരക്കളിത്തോണി വന്നടുത്തു. താമരക്കളിത്തോണി. മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമരക്കളിത്തോണി വന്നടുത്തു. താമരക്കളിത്തോണി. തങ്കം നിനക്കുള്ള പിച്ചകമാലയുമായി സംക്രമപ്പൂനിലാവിറങ്ങി വന്നു. നിൻകിളിവാതിലിൽ പതുങ്ങി നിന്നു. തങ്കം നിനക്കുള്ള പിച്ചകമാലയുമായി സംക്രമപ്പൂനിലാവിറങ്ങി വന്നു. നിൻകിളിവാതിലിൽ പതുങ്ങി നിന്നു. മയക്കമെന്തേ 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 മെരുക്കിയാൽ മെരുങ്ങാത്ത മാൻകിടാവേ. മാനത്തെ കായലിൽ മണപ്പുറത്തിന്നൊരു താമരക്കളിത്തോണി വന്നടുത്തു. താമരക്കളിത്തോണി. ശ്രാവണ പഞ്ചമി ഭൂമിയിൽ വിരിച്ചിട്ട പൂവണി മഞ്ചവും മടക്കി വയ്ക്കും. കാർമുകിൽ മാലകൾ മടങ്ങിയെത്തും. ഉണരുണരൂ 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 മദനൻ വളർത്തുന്ന മണിപ്പിറാവേ. മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമരക്കളിത്തോണി
വന്നടുത്തു താമര കളിത്തോണി. താങ്ക് യു സർ. ഓക്കെ മാം, താങ്ക് യു. ഇനി ആരെങ്കിലും പാടണം? പറയട്ടെ സാറേ. പഠിക്കും. മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി വന്നടുത്തു താമര കളിത്തോണി. മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി വന്നടുത്തു താമര കളിത്തോണി. തങ്കം നിനക്കുള്ള പിച്ചകമാലയുമായി സംക്രമപ്പൂ നിലാവിറങ്ങി വന്നു. നിൻകിളിവാതിലിൽ പതുങ്ങി നിന്നു. തങ്കം നിനക്കുള്ള പിച്ചകമാലയുമായി സംക്രമപ്പൂ നിലാവിറങ്ങി വന്നു. നിൻകിളിവാതിലിൽ പതുങ്ങി നിന്നു. മയക്കമെന്തേ 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 ഒരു മെരുക്കിയാൽ മെരുങ്ങാത്ത മാൻകിടാവേ. മാനത്തെ കായലൻ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി വന്നടുത്ത് താമര കളിത്തോണി. താങ്ക് യു സാർ. ഓക്കെ, ഇനി ആരും പാടുന്നില്ലെങ്കിൽ നമുക്ക് അടുത്ത ഒരു പാട്ടിലേക്ക് പോവാം. മറ്റൊരു പാട്ടാണ് ശ്യാമസുന്ദര പുഷ്പം. അങ്ങനെ പാടുന്നുണ്ടോ? ഞാൻ പാട്ടെ സാറേ. പഠിക്കും. ശ്യാമസുന്ദര പുഷ്പമേ എന്റെ പ്രേമ സംഗീതമാണു നീ. ധ്യാനലീനമിരിപ്പു ഞാൻ ധ്യാനലീനമിരിപ്പു ഞാൻ ഗാനമെന്നെ മറക്കുമോ എന്റെ ഗാനമെന്നിൽ മരിക്കുമോ. ശ്യാമസുന്ദര പുഷ്പമേ എന്റെ പ്രേമ സംഗീതമാണു നീ. വേറേതോ വിഭഞ്ജയിൽ പടർന്നേറുവാനതിനാകുമോ. വേറേതോ വിഭഞ്ജയിൽ പടർന്നേറുവാനതിനാകുമോ. വേദന തൻ ശ്രുതി കലർന്നത് വേറൊരു രാഗമാകുമോ. വേർപെടുമിണ പക്ഷി തൻ ശോകവേണുനാദമായി മാറുമോ. ശ്യാമസുന്ദര പുഷ്പമേ എന്റെ പ്രേമ സംഗീതമാണു നീ. ധ്യാനലീനമിരിപ്പു ഞാൻ ധ്യാനലീനമിരിപ്പു ഞാൻ ഗാനമെന്നെ മറക്കുമോ എന്റെ ഗാനമെന്നിൽ മരിക്കുമോ. താങ്ക് യു സർ. താങ്ക് യു. ഇനി ആരാ പാടുന്നേ? മനോഹരമായ ഒരു പാട്ടാണ്. ഞാൻ പാടാം സാറേ. പാടും. ശ്യാമസുന്ദര പുഷ്പമേ
എന്റെ പ്രേമ സംഗീതമാണു നീ. ധ്യാനലീനമിരുപ്പു ഞാൻ, ധ്യാനലീനമിരുപ്പു ഞാൻ, ഗാനമെന്നെ മറക്കുമോ, എന്റെ ഗാനമെന്നിൽ മരിക്കുമോ. വേറെ ഏതോ വിപഞ്ചിയിൽ പടർന്നേറുവാനതിനാവുമോ. വേറെ ഏതോ വിപഞ്ചിയിൽ പടർന്നേറുവാനതിനാവുമോ. വേദന തൻ ശ്രുതി കലർന്നത് വേറൊരു രാഗമാകുമോ. വേർപെടുമിളപ്പക്ഷി തൻ ശോകവേണുനാദമായി മാറുമോ. ശ്യാമസുന്ദര പുഷ്പമേ, എന്റെ പ്രേമ സംഗീതമാണു നീ. ധ്യാനലീനമിരുപ്പു ഞാൻ, ധ്യാനലീനമിരുപ്പു ഞാൻ, ഗാനമെന്നെ മറക്കുമോ, എന്റെ ഗാനമെന്നിൽ മരിക്കുമോ. എന്റെ സൂര്യൻ എരിഞ്ഞടങ്ങി സന്ധ്യ തൻ സ്വർണമേടയിൽ, എന്റെ കുങ്കുമപ്പാടമാകവേ ഇന്നു കത്തിയെരിഞ്ഞു പോയി. മേഘമായി മേഘരാഗമായി വരൂ, ശ്യാമസുന്ദര പുഷ്പമേ, എന്റെ പ്രേമ സംഗീതമാണു നീ. ധ്യാനലീനമിരുപ്പു ഞാൻ, ധ്യാനലീനമിരുപ്പു ഞാൻ, ഗാനമെന്നെ മറക്കുമോ, എന്റെ ഗാനമെന്നിൽ മരിക്കുമോ. താങ്ക് യു സർ. ഞാനൊന്ന് നോക്കട്ടെ സാറ്. ഹലോ, കേൾക്കാമോ? ഓക്കെ ഓക്കെ, യെസ് യെസ്. എന്റെ സൂര്യൻ എരിഞ്ഞടങ്ങി സന്ധ്യ തൻ സ്വർണമേടയിൽ, എന്റെ കുങ്കുമപ്പാടമാകവേ ഇന്നു കത്തിയെരിഞ്ഞു പോയി. മേഘമായി മേഘരാഗമായി വരൂ, വേഗമീ തീ കെടുത്താൻ ശ്യാമസുന്ദര പുഷ്പമേ, എന്റെ പ്രേമ സംഗീതമാണു നീ. ധ്യാനലീനമിരിപ്പൂ ഞാൻ, ധ്യാനലീനമിരിപ്പൂ ഞാൻ, ഗാനമെന്നെ മറക്കുമോ, എന്റെ ഗാനമെന്നിൽ മരിക്കുമോ. വേറേതോ വിപഞ്ചിയിൽ പടർന്നേറുവാനതിനാകുമോ. വേറേതോ വിപഞ്ചിയിൽ പടർന്നേറുവാനതിനാകുമോ. വേദന തൻ ശ്രുതി കലർന്നത് വേറൊരു രാഗമാകുമോ. വേർപെടുമിണപ്പക്ഷി തൻ ശോകവേണുനാദമായി മാറുമോ. ശ്യാമസുന്ദര പുഷ്പമേ, എന്റെ പ്രേമ സംഗീതമാണു നീ. ധ്യാനലീനമിരിപ്പൂ ഞാൻ, ധ്യാനലീനമിരിപ്പൂ ഞാൻ, ഗാനമെന്നെ മറക്കുമോ, എന്റെ ഗാനമെന്നിൽ മരിക്കുമോ. താങ്ക് യു സർ.
സാറേ ശ്യാമസുന്ദര സ്വപ്നമേ എന്നുള്ള പാട്ടൊന്നുകൂടി ഇട് സാറേ. ശ്യാമസുന്ദര പുഷ്പമേ ശ്യാമസുന്ദര പുഷ്പമേ എന്റെ പ്രേമ സംഗീതമാണു നീ. ധ്യാനലീനമീരിപ്പൂ ഞാൻ ധ്യാനലീനമീരിപ്പൂ ഞാൻ ഗാനമെന്നെ മറക്കുമോ എന്റെ ഗാനമെന്നിൽ മരിക്കുമോ. വേറെ ഏതോ വിപഞ്ചയിൽ പടർന്നേറുവാനതിന്നാവുമോ. വേദന തൻ ശ്രുതി കലർന്നത് വേറൊരു രാഗമാകും. വേർവിടുമിണപ്പക്ഷിതൻ ശോകവേണുനാദമായി മാറുമോ. ശ്യാമസുന്ദര പുഷ്പമേ. ഓക്കെ സാർ. വേറെ ഏതോ വിപഞ്ചിയിൽ പടർന്നേറുവാനതിനാവുമോ. വേറെ ഏതോ വിപഞ്ചിയിൽ പടർന്നേറുവാനതിനാവുമോ. വേദന തൻ ശ്രുതി കലർന്നത് വേറൊരു രാഗമാകുമോ. വേർപടുമിണപ്പക്ഷിതൻ ശോകവേണുനാദമായി മാറുമോ. ശ്യാമസുന്ദര പുഷ്പമേ എന്റെ പ്രേമ സംഗീതമാണു നീ. ധ്യാനലീനമീരിപ്പൂ ഞാൻ ഗാനമെന്നെ മറക്കുമോ എന്റെ ഗാനമെന്നെ മരിക്കുമോ. ഓക്കെ, നമുക്ക് രണ്ട് പാട്ടുകൂടെ നോക്കാം. തലയ്ക്ക് മീതെ ഇതും കൂടെ ഇത് നമുക്ക് ലാസ്റ്റ് പാട്ടാക്കാം. വളരെ മനോഹരമായ ഒരു നാടകഗാനമാണ് അല്ലെ, വളരെ ആഴത്തിൽ അർത്ഥങ്ങളുള്ള. ആരാ പാടുന്നത് ആദ്യം? തലയ്ക്കുമീതെ ശൂന്യാകാശം താഴെ മരുഭൂമി തപസ്സു ചെയ്യും വേഴാമ്പൽ ദാഹജലം തരുമോ ദാഹജലം തരുമോ. ഓക്കെ, പഠിക്കും ശിലമ. സാറേ അശ്വമേധം എന്ന് പറഞ്ഞ നാടകത്തില് വയലാറിന്റെ രചനയില് രാഘവൻ മാഷ് സംഗീതം ചെയ്ത ഇത് ബൽക്കീസ് റഷീദ് എന്ന് പറയുന്ന ഒരു ഗായികയാണ് പാടിയിരിക്കുന്നത്. അത്രയും മനോഹരമായിട്ടാണ് അവർ പാടിയിട്ടുള്ളത്. തലയ്ക്കുമീതെ ശൂന്യാകാശം താഴെ മരുഭൂമി തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ ദാഹജലം തരുമോ ദാഹജലം തരുമോ. തലയ്ക്കുമീതെ ശൂന്യാകാശം താഴെ മരുഭൂമി തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ ദാഹജലം തരുമോ
ദാഹജലം തരുമോ? അഴലിൻ പഞ്ചാഗ്നി നടുവിൽ അഞ്ചിന്ദ്രിയങ്ങളും പുകയുമ്പോൾ, അഴലിൻ പഞ്ചാഗ്നി നടുവിൽ പഞ്ചേന്ദ്രിയങ്ങളും പുകയുമ്പോൾ, തൊഴുകൈ കുടം നീട്ടും ആത്മാവിരിത്തിരി തീർത്ഥജലം തരുമോ? തീർത്ഥജലം തരുമോ? തലയ്ക്കുമീരെ ശൂന്യാകാശം, താഴെ മരുഭൂമി, തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ, ദാഹജലം തരുമോ? ദാഹജലം തരുമോ? മരണം വാതിൽക്കലൊരു നാൾ മഞ്ചലുമായി വന്നു നിൽക്കുമ്പോൾ, മരണം വാതിൽക്കലൊരു നാൾ മഞ്ചലുമായി വന്നു നിൽക്കുമ്പോൾ, ചിറകടിച്ചെങ്കോടു തകരും നേരം ജീവജലം തരുമോ? ജീവജലം തരുമോ? തലയ്ക്കുമീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി, തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ, ദാഹജലം തരുമോ? ദാഹജലം തരുമോ? വരികളൊക്കെ എത്ര മനോഹരമല്ലേ, അത് ആ സംഗീതവും കൂടെ വരുമ്പോൾ നമുക്കത് ശരിക്കും നമുക്ക് ആഴത്തിൽ സങ്കടം വരും. സങ്കടം വരും. സങ്കടം. എന്റെ സാറേ, ഈ വരികളെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആർക്കെങ്കിലും ഇത് ഈ സൈസ് ഒരു വരികൾ എഴുതാൻ സാധിക്കുമോ? പറയൂ. പറ്റില്ല. ആരെങ്കിലും ഉണ്ടോ പുതിയ തലമുറയിൽ? നോക്കൂ. സാറേ, ഒരു കാരണമുണ്ട് സാറേ, ഈ പഴയ പാട്ടുകൾ എല്ലാ തലമുറയും ഒരുപോലെ അത് സ്വാധീനിക്കും. പക്ഷെ ഇന്നത്തെ തലമുറയുടെ പാട്ടുകളൊക്കെ വരും പോകും അല്ലെ, അങ്ങ് വരും അതെ, പെട്ടെന്ന്. പക്ഷെ ഇന്നും സാറ് കണ്ടിട്ടില്ലേ, ഇന്നത്തെ ചെറിയ കുട്ടികൾ പോലും എന്താ ചെയ്യുന്നത്? ആ കോമ്പറ്റീഷനിലൊക്കെ പഴയ പാട്ടുകൾ മാത്രമല്ലേ പാടുന്നത്? കഴിഞ്ഞ ഒരു 10 കൊല്ലത്തെ പാട്ട് ആരെങ്കിലും പാടാറുണ്ടോ? അറിയത്തില്ല. ഒന്നോ രണ്ടോ ഉണ്ടാവാം. അതേസമയത്ത് പഴയ കാലത്ത് മുഴുവൻ ഹിറ്റല്ലേ? അപ്പൊ ഈ എല്ലാ മത്സരങ്ങൾക്കും ഈ പാട്ടുകൾ തന്നെയാണ് സാറേ പാടുന്നത്, അതെ, പഴയ പാട്ട്. അതുകൊണ്ട് അതെ, ഭാവവും വികാരവും എല്ലാം അതെ, കൃത്യം, അതിന്റെ അർത്ഥവും അർത്ഥതലങ്ങളും പിന്നെ എല്ലാം അത്ര അമ്പ മനോഹരമായിട്ട് എത്ര രചിച്ച് പുകഴ്ത്തിയാലും പറഞ്ഞാലും മതി വരില്ല ഓരോ അതെ വരികളും. അതാണ്. ഈ ഇങ്ങനെയുള്ള പാട്ടുകൾ നമ്മൾ നമ്മുടെ സ്വരത്തിൽ പാടുമ്പോൾ തന്നെ ഇത്രയും വലിയൊരു ട്രിബ്യൂട്ട് പിന്നെ എന്ത് കൊടുക്കാനാ? അതെ, എന്ത് പറയാനോ, സത്യം. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ അതിന് ആ ഇന്നത്തെ ഒരു പാട്ടുകൾ ട്രിബ്യൂട്ട് നല്ല പാട്ടുകളാണ്. ഈ തരത്തിലുള്ള അവസരം ഉണ്ടാക്കിയ സാബു സാറിനാണ് ആദ്യം നമ്മൾ ട്രിബ്യൂട്ട് പറയേണ്ടത്. ഞങ്ങള് സത്യം. കറക്റ്റ്. കറക്റ്റ്. എന്തെന്നറിയോ, ഇതെല്ലാം സാറേ ഒരു പ്രത്യേക നമുക്ക് അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന പാട്ടുകളാ സാറേ ഇതെല്ലാം. പിന്നെ സാറിന് സെലക്ട് ചെയ്ത പാട്ടുകളെല്ലാം അങ്ങനത്തതാ. പിന്നെ അത് ഒത്തിരി പാട്ടുകളുണ്ട്. ഞാൻ പിന്നെ എല്ലാം അങ്ങനെ എല്ലാം നമുക്ക് പാടാൻ ഒരു 3-4 ഒക്കെ പാടാനേ പറ്റുള്ളൂ, എല്ലാരും സാറ് ഇടുന്ന പാട്ടുകളൊക്കെ ഞാൻ എഴുതി വെക്കും. കാരണം എന്താണെന്നറിയോ, അതിന്റെ ആ സാറ് തരുന്ന അതേ വരികൾ അങ്ങ് എഴുതി കുറിച്ച് വെക്കും. കാരണം ഈ പാട്ടുകൾ നമ്മളെ മനസ്സിൽ പെട്ടെന്നൊന്നും ചിലപ്പോ കിട്ടത്തില്ല. അപ്പൊ ഈ പാട്ടുകൾ ഓർക്കണമല്ലോ, അത് കാരണം ഞാനൊരു ബുക്കിലോട്ട് എല്ലാ പാട്ടിന്റെ ഓരോ വരി എഴുതിയിടും. എങ്ങനെ നീ മറക്കും മാനെന്നും വിളിക്കും. എങ്ങനെ നീ മറക്കും. അതുപോലെ തന്നെ വേറൊന്നില്ലേ, കായലരികത്ത്. അതിന്റെ അർത്ഥം എന്താണ്? നാടകാനം പാടട്ടെ. കായലരികത്തെ പാട് സാറേ, നാടകാനം. ഇനി നമുക്ക് സമയമില്ല. നമുക്ക് പാട്ടുകൾ ഇങ്ങനെ നമ്മൾ ഇടും, അത് നമ്മൾ സാറേ, ആ നാടകാനം നാളെ അടുത്ത ആഴ്ച നമ്മൾ വയലാറിന്റെയാണ്. വളരെ വയലാറിന് വെച്ചാൽ 2-3 എപ്പിസോഡുകൾ സാധാരണ ചെയ്യുന്നതാണ്. വയലാറിന്റെ പാട്ടുകൾ നമുക്ക് അടുത്ത ആഴ്ച എന്തായാലും പഠിച്ചുകൊണ്ട് വരും. അപ്പൊ നമുക്ക് 4 വരി മനോഹരമായിട്ട് പാടാം. ഈ പാട്ടുകൂടെ വെച്ച് നമുക്ക് നടത്താം. ഓക്കെ. രമാവതി പാട്ട്. തലയ്ക്ക് മീതെ
ശൂന്യാകാശം താഴെ മരുഭൂമി തപസ് ചെയ്യും വേഴാമ്പൽ ദാഹജലം തരുമോ ദാഹജലം തരുമോ അഴലിൻ പഞ്ചാഗ്നി നടുവിൽ അഞ്ചിന്ദ്രിയങ്ങളും പുകയുമ്പോൾ അഴലിൻ പഞ്ചാഗ്നി നടുവിൽ അഞ്ചിന്ദ്രിയങ്ങളും പുകയുമ്പോൾ തൊടുകൈ കുടം നീട്ടും ആത്മാവിലിത്തിരി തീർത്ഥജലം തരുമോ തീർത്ഥജലം തരുമോ തലയ്ക്കുമീതെ ശൂന്യാകാശം താഴെ മരുഭൂമി തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ ദാഹജലം തരുമോ ദാഹജലം തരുമോ മരണം വാതിൽക്കലൊരു നാൾ മഞ്ചലുമായി വന്നു നിൽക്കുമ്പോൾ മരണം വാതിൽക്കലൊരു നാൾ മഞ്ചലുമായി വന്നു നിൽക്കുമ്പോൾ ചിറകടിച്ചൻ കൂടു തകരും നേരം ജീവജലം തരുമോ ജീവജലം തരുമോ ചിറകടിച്ചൻ കൂടു തകരും നേരം ജീവജലം തരുമോ ജീവജലം തരുമോ തലയ്ക്ക് മീതെ ശൂന്യാകാശം താഴെ മരുഭൂമി തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ ദാഹജലം തരുമോ ദാഹജലം തരുമോ താങ്ക് യു സർ അപ്പൊ സർ പ്ലീസ് ഞാൻ പാടാം. പാടും. തലയ്ക്കുമീരെ ശൂന്യാകാശം താഴെ മരുഭൂമി തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ ദാഹജലം തരുമോ ദാഹജലം തരുമോ കരളിൽ പഞ്ചാഗ്നി നടുവിൽ പഞ്ചേന്ദ്രിയങ്ങളും പുകയുമ്പോൾ കരളിൽ പഞ്ചാഗ്നി നടുവിൽ പഞ്ചേന്ദ്രിയങ്ങളും പുകയുമ്പോൾ തൊഴുകൈ കുടം നീട്ടും ആത്മാവിലിത്തിരി തീർത്ഥജലം തരുമോ തീർത്ഥജലം തരുമോ മരണം വാതിൽക്കലൊരു നാൾ തൊഴുകയുമായി വന്ന് നിൽക്കുമ്പോൾ മരണം വാതിൽക്കലൊരു നാൾ തൊഴുകയുമായി വന്ന് നിൽക്കുമ്പോൾ ചിറകടിച്ചൻ കൂടു തകരും നേരം ജീവജലം തരുമോ ജീവജലം തരുമോ തപസ്സു തലക്കുമീതെ ശൂന്യാകാശം താഴെ മരുഭൂമി തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ ദാഹജലം തരുമോ
ദാഹജലം തരുമോ. ഓക്കെ, താങ്ക് യു സർ വെരി മച്ച്. നല്ല എഫർട്ടാണ് സാറേ. തീർച്ചയായിട്ടും വളരെ മനോഹരം. ഓക്കെ, അപ്പൊ ഇനി ആരൊക്കെ പാടുന്നുണ്ടെങ്കിൽ പാടാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ തീർച്ചയായിട്ടും പാടാം. പഠിക്കും. ഞാനും ഒന്ന് പാടാം വേണേല്. തീർച്ചയായും തീർച്ചയായും. മേഡം ആദ്യം പാടിക്കോ, രമാദേവി മേഡം പാടൂ, പാടും. അതിനുശേഷം ഞാൻ പാടാം. തലയ്ക്കുമീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി, തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ, ദാഹജലം തരുമോ, ദാഹജലം തരുമോ. തലയ്ക്കുമീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി, തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ, ദാഹജലം തരുമോ, ദാഹജലം തരുമോ. അഴലിൻ പഞ്ചാഗ്നി നടുവിൽ പഞ്ചേന്ദ്രിയങ്ങളും പുകയുമ്പോൾ, അഴലിൻ പഞ്ചാഗ്നി നടുവിൽ പഞ്ചേന്ദ്രിയങ്ങളും പുകയുമ്പോൾ, തൊഴുകൈ കുടം നീട്ടും ആത്മാവിരിത്തിരി തീർത്ഥജലം തരുമോ, തീർത്ഥജലം തരുമോ. തലയ്ക്കുമീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി, തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ, ദാഹജലം തരുമോ, ദാഹജലം തരുമോ. മരണം വാതിൽക്കലൊരു നാൾ, മഞ്ചലുമായി വന്നു നിൽക്കുമ്പോൾ, മരണം വാതിൽക്കലൊരു നാൾ, മഞ്ചലുമായി വന്നു നിൽക്കുമ്പോൾ, ചിറകടിച്ചൻ കൂടു തകരും നേരം, ജീവജലം തരുമോ, ജീവജലം തരുമോ. തലയ്ക്കുമീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി, തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ, ദാഹജലം തരുമോ, ദാഹജലം തരും. താങ്ക് യു സാർ. സാർ പറയും. ഞാനൊന്ന് പാടട്ടെ. യെസ് യെസ്. തലയ്ക്കുമീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി, തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ, ദാഹജലം തരുമോ, ദാഹജലം തരുമോ. അഴലിൻ പഞ്ചാഗ്നി നടുവിൽ അഞ്ചിന്ദ്രിയങ്ങളും പുകയുമ്പോ, തൊടുകൈ കുടം നീട്ടി ആത്മാവിലിത്തിരി തീർത്ഥജലം തരുമോ, തീർത്ഥജലം തരുമോ. മരണം വാതിൽക്കലൊരു നാൾ, മഞ്ചലുമായി വന്ന് നിൽക്കുമ്പോൾ, ചിറകടിച്ചൻ കൂട് തകരും നേരം, ജീവജലം തരുമോ, ജീവജലം തരുമോ. മരണം വാതിൽക്കലൊരു നാൾ, മഞ്ചലുമായി വന്നു നിൽക്കുമ്പോ, ചിറകടിച്ചെങ്കോടു പകരും നേരം,
ജീവജലം തരൂ, ജീവജലം തരൂ. തലയ്ക്കുമീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി. രാമജലം തരുമോ, ജലം. ശ്രീകുമാരിയമ്മ പാടുന്നുണ്ടോ? ഞാൻ നാലുപേര് പാടാം ആ സാറേ. പാടും. ഓക്കെ. തലയ്ക്കുമീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി. തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ, ദാഹജലം തരുമോ, ദാഹജലം തരുമോ. അഴലിൻ പഞ്ചാഗ്നി നടുവിൽ അഞ്ചിന്ദ്രിയങ്ങളും പുകയും തൊഴുകൈക്കുടന്നിട്ടും ആത്മാവിനെത്തേരി തീർത്ഥജലം തരുമോ, തീർത്ഥജലം തരുമോ. തലയ്ക്കുമീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി. താങ്ക് യു സർ. സാറേ അതുപോലെ ഇപ്പൊ ഇത് എടുക്കാനല്ല സാറേ, ഒരു കൊച്ചു സ്വപ്നത്തെന്നുള്ള പാട്ട് രാഘവമാഷതാ സാറേ? അതെനിക്ക് അറിയില്ല മാം. ആന്ന് തോന്നുന്നു. ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായെവിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ ഒരു നാക്ക് കാണാൻ ഒരുമിച്ച പങ്കുവയ്ക്കാൻ. നല്ലൊരു പാട്ടാണ്. നമുക്ക് ഡൗട്ട്. അത് അദ്ദേഹത്തിനെയാണോ? എനിക്കറിയില്ല കേട്ടോ. അത് ബാബുരാജിന്റെയാണ്. സാബു സാറേ, ബാബുരാജാണ്, ബാബുരാജ്. ആ പറയൂ വിജയനാശ്. സാബു സാർ, രാഘവമാഷിന്റെ മനോഹരമായ ഒരു പാട്ട് ഞാൻ പാടാം സാർ. ആ പാടിക്കും. നീലക്കുയിലുള്ള പാട്ട്. ആ. കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലുക്കിയ സുന്ദരി, പെണ്ണ് കെട്ടിനു കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ. കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലുക്കിയ സുന്ദരി, പെണ്ണ് കെട്ടിനു കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ. കണ്ണിനാലെന്റെ കരളിലൊരുളിയിൽ എണ്ണ കാച്ചിയ നൊമ്പരം, കൽബിലെറിഞ്ഞപ്പോൾ ഇന്ന് നമ്മളെ കയറി പൊട്ടിയ പമ്പരം. ചേറിൽ നിന്ന് വളർന്ന് പൊന്തിയ ഭൂരി നിന്നുടെ നെഞ്ചിന, നെയ്ച്ചോറ് വെച്ചത് തിന്നുവാൻ കൊതിയേറെയുണ്ടെൻ നെഞ്ചിലായി. കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലുക്കിയ സുന്ദരി, പെണ്ണു കെട്ടിനു കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ. അമ്പഴും നിന്റെ പുരിക കൊടിയുടെ അമ്പ് കൊണ്ട് നരമ്പുകൾ, കമ്പൊടിഞ്ഞൊരു ശീലക്കുടയുടെ കമ്പി പോലെ വലഞ്ഞി പോൽ. കുടവുമായി പുഴക്കടവിൽ വന്നെന്നെ തടവിലാക്കിയ പൈങ്കിളി, ഒടുവിലി എന്നെ സങ്കട പുഴ നടുവിലാക്കരുതിക്കളി. വേറെയാണ് വിചാരമെങ്കിൽ നേരമായത് ചൊല്ലുവാൻ, വെറുതെ എന്തിനേയും വെയിലത്ത് കയ്യിലും കുത്തി നടക്കണ്. കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലുക്കിയ സുന്ദരി,
പെണ്ണി കെട്ടിനു കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ. താങ്ക് യു സാബു സാർ. വെരി ഗുഡ്. ഇതിൽ കൂടുതൽ എന്ത് ട്രിബ്യൂട്ട്, രാഘവ മാസ്റ്ററിന് മനോഹരമായ ട്രിബ്യൂട്ട് നൽകിയിരിക്കുന്നു. മനോജ് സാർ എന്തെങ്കിലും പറയാനുണ്ടോ? മനോജ് സാർ കദളിവാഴ അങ്ങനല്ലേ സാറേ? കദളിവാഴ അല്ല, ഏതാ? കദളിവാഴ കയ്യിലിരുന്ന് അല്ല അല്ല അല്ല, അതൊന്നും അല്ല. അല്ല അല്ല, അത് വേറെ. വയലാർ. മനോജ് സാർ എന്നൊക്കെ പറഞ്ഞാൽ ഇടയ്ക്കുന്ന മോഹം കണ്ടിരുന്നു. അടുത്ത ആഴ്ച വയലാറിന്റെ പാട്ടുകളാണ്. പാട്ടുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ ടൈറ്റിൽ ഇട്ടേക്കാം, നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. പ്രധാനപ്പെട്ട പാട്ടുകളൊക്കെ ഒന്ന് നോക്കിക്കോളൂ. നമ്മളിതുപോലെ പാടുന്നത് ഏറ്റവും അടുത്ത പ്രാവശ്യം ആര് സാറ് വയലാറിന്റെ അവതരിപ്പിക്കുന്നൊന്നുമില്ല, നമ്മൾ തന്നെ അവതരിപ്പിക്കും. Yes. ഗസ്റ്റ്. ഓക്കെ, അപ്പം നമുക്ക് അതിന്റെ പേരെ താങ്ക് യു. എല്ലാവർക്കും വളരെ സന്തോഷം. നല്ലോണം മനോഹരമായ പാട്ടുകൾ പാടാൻ ശ്രമിച്ചു. അപ്പൊ അടുത്ത ആഴ്ച നമുക്ക് ഒന്ന് ശ്രമിച്ചു വരും. ഞാൻ നേരത്തെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ആ ഗ്രൂപ്പിൽ അംഗമല്ല, പാട്ട് വിശേഷം ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ നമ്മൾ ഇതുപോലെ ഡീറ്റെയിൽസ് ഒക്കെ ഇടാറുണ്ട്. ആരെങ്കിലും അംഗം അല്ലെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. എമാവതി മാം ഇല്ലേ ഇതിൻ്റെ അകത്ത്? ഇല്ല. ഞാൻ പാട്ട് ഇവിടെ ഇടുമ്പോ 7 മണിക്കാ കാണുന്നത് സാറേ. ശരി. അല്ല, അതൊക്കെ അങ്ങനെ ഇടുള്ളൂ, അത് സമയം. പക്ഷെ ഗ്രൂപ്പിൽ ഞാൻ ഇടാറുണ്ട്. ഗ്രൂപ്പിൽ ഞാൻ ഇല്ലാത്തോണ്ട് അറിയില്ല. ശരി, ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. ഒരാരെങ്കിലും ഗ്രൂപ്പിൽ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും പറയണം. ഓക്കെ, അപ്പൊ അടുത്ത ആഴ്ച നമുക്ക് വയലാറുമായിട്ട് കാണാം. ബൈ ബൈ.